ദാസൻ എന്ന് പറഞ്ഞാൽ അതൊരു അടിമ എന്നല്ല, മറിച്ച് അത് സ്നേഹത്തോടെ സമർപ്പിച്ച ഹൃദയം ആണ്. പരിശുദ്ധമ്മയുടെ ദാസൻ എന്നത് ദൈവത്തിന് യെസ് പറയാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, പരിശുദ്ധമ്മ എപ്പോഴും തമ്പുരാനോട് യെസ് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ഇതാണ് ദാസി എന്നാണ് പറഞ്ഞത്. നാം ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധമ്മയുടെ ദാസനാണോ ദാസിയാണോ, അല്ലെങ്കിൽ വെറുതെ വന്ന് സന്ദർശിച്ചു പോകുന്ന ഒരു വ്യക്തിയാണോ? നമുക്കും പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളിലും ബുദ്ധിമുട്ടുകളിലും അമ്മയോട് ചേർന്ന് നിൽക്കുവാനും അമ്മയോടൊപ്പമായിരിക്കാനും അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കും.